ഇങ്ങനെ നമുക്കിതിന് മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ല. ചേട്ടാ അതുകൊണ്ട് ഒരുപാട് ഫിഞ്ചസ് ഡെഡ് ആയിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരുപാട് വിഷയങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി. അപ്പോൾ നമുക്ക് എന്തുമാത്രം സങ്കടമായി കാണുന്നു. ഇത് ഡെഡ് ആയപ്പോൾ പോലും ഞാനും മമ്മിയുടെ നല്ല രീതിയിൽ വഴക്കായ അത് കഴിച്ച് വിഴിഞ്ഞ് അതിൻ്റെ ടെയിലിൻ്റെ അറ്റം വരെ എത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ കള്ളത്തരം കാണിച്ച് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഇന്നൊരു സംഭവം നടന്നു. നമ്മൾ കിളിക്കൂടിനകത്താണ് നിൽക്കുന്നത്. ദേ നിധിയും കല്ലുവും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ ഒരു പ്രവീൺ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എക്കോ സ്പോട്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഇൻട്രോയിൽ ഒരുപാട് ഹാപ്പിനെസ് ഒന്നുമില്ല, ഭയങ്കര സാഡാണ്. കാരണം ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ നമ്മളെ കൂടിനകത്ത് നിന്ന് നടന്നു. ഇന്ന് രാവിലെ ഇപ്പോൾ നമ്മൾ ഈ കൂടിനകത്ത് കയറി വന്നപ്പോൾ നമ്മൾ ഇതുവരെ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യം നടന്നു. അതിനെപ്പറ്റി ഒരുപാട് വിഷയങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഈ കിളിക്കൂടി കെട്ടിയിരുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് പാമ്പ് കയറാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല്ലിയുടെ ശല്യമുണ്ട്. പല്ലിയെ വേണ്ടി നമുക്ക് വിഷം വയ്ക്കാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ എന്നിട്ടും നമ്മൾ മാക്സിമം പല്ലിയെ ഓട്ടിച്ച് കളയാനുള്ള വഴികളെല്ലാം നോക്കിയായിരുന്നു. പാമ്പ് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ചുറ്റിനും നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കറുത്ത മെഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണിച്ചു തരാം, അടുത്തോട്ടൊന്ന് കാണിച്ചു തരാം. ദേ ഈ ടൈപ്പ് നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ? ഈ നെറ്റ് നമ്മൾ ചുറ്റിനും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ പട്ടികൾ വന്ന് നമ്മളെ ഈ നെറ്റ് മുഴുവനും കടിച്ച് പൊട്ടിച്ചു, ഫുള്ളായിട്ട് പൊട്ടിച്ചു, എല്ലാം ഡാമേജ് കാണിച്ചപ്പോൾ നമ്മൾ കുരുക്ക് വല വാങ്ങിച്ചു. കുരുക്ക് വല നിങ്ങൾക്കറിയാം, എറിമുള്ളും കൂടി വരാതിരിക്കാൻ വേണ്ടി, എറിമുള്ള് കാരണം നമ്മൾ ഒരുപാട് ഫിഞ്ചസ് ഡെഡ് ആയിട്ടുണ്ട്. അപ്പോൾ എറിമുള്ളും കൂടി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കുരുക്ക് വല ഇട്ടു. കുരുക്ക് വല ഇട്ടു കുറച്ച് നാളൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അതെ ഇതുവരെ ഒരു കുഴപ്പമില്ല, നല്ല സേഫായിട്ടിരുന്നു. പക്ഷേ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യമായിരുന്നു ഇന്ന് നടന്നത്. നമുക്ക് ഭയങ്കരമായിട്ട് അത് ഹേർട്ടായി. അത് എങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് അറിയില്ല. കാരണം ഇതിൽ നമ്മൾ ഒരുപാട് പേരടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കുരുക്ക് വല പറഞ്ഞു. കുരുക്ക് വല ഇട്ടപ്പം അതിനും വലിയ ഉപയോഗമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി നമുക്ക് അടുത്ത എന്തെങ്കിലും വഴി കാണണം. അപ്പോൾ ഇതെല്ലാം ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ പറയാം നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുകയെന്ന്. കാരണം നമ്മളിനിയിപ്പോൾ ഇങ്ങനെ നമുക്കിതിന് മുന്നോട്ട് പോയാൽ ശരിയാവത്തില്ല. നമ്മൾ ഈ കിളിക്കൂടിനും നമ്മളെടുക്കുന്ന എഫേർട്ടും എല്ലാത്തിലും ബാധിക്കും. കാരണം നിങ്ങൾക്ക് ഇവിടെ എന്ത് സംഭവിച്ചാലും, ഇവ നല്ലത് നടന്നാലും ചീത്ത നടന്നാലും ഇത്രയും ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് പല യൂട്യൂബേഴ്സും അങ്ങനെ ഷെയർ ചെയ്യുന്നില്ല. കാരണം അവർക്കത് നെഗറ്റീവ് വരും, അവരെ ശ്രദ്ധിക്കുന്നില്ലെന്ന്. പക്ഷേ ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് സത്യസന്ധമായിട്ട് ഇത്രയും നാൾ നിന്നിട്ടുള്ളൂ. നമ്മളെ കിളിക്കൂട്ടിൽ കിളികൾക്ക് എന്ത് സംഭവിച്ചാലും മീനുകൾക്ക് എന്ത് സംഭവിച്ചാലും ഒരിപ്പം ഗിനി എടുത്ത് വെളിയിൽ കളഞ്ഞാൽ നമുക്ക് ഒരുപാട് നെഗറ്റീവുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമുക്ക് എന്താണോ നമ്മൾ ഈ കിളിക്കൂട്ടി സംഭവിക്കുന്നത് അത് നമ്മൾ ലൈവായിട്ട് പറയുമായിരുന്നു. അത് ഇത്രയും നാളും അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ അടുത്ത് ഒരു കള്ളത്തരം കാണിച്ചാൽ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരിക്കലും ഈ യൂട്യൂബ് കൊണ്ട് നടക്കുന്നത് ഒരു ലാഭത്തിനോ ഒന്നിനുമല്ല, നമുക്ക് ക്യാഷ് കിട്ടാനോ അല്ലെങ്കിൽ വലിയ ആളാവാനോ ഒന്നിനുമല്ല. ഇത് നമ്മളൊരു ബിസിനസ് മൈൻഡായിട്ടല്ല ചെയ്യുന്നത്. കാരണം നമ്മൾ ഇതിൽ വരുന്ന ഒരു കുഞ്ഞുങ്ങൾ പോലും നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. ആര് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും നമ്മൾ പറയും ഇല്ല ഇതിൽ സെയിൽ ചെയ്യുന്നില്ല, നമ്മളെ ഹോബി നമ്മൾ ഇഷ്ടപ്പെടും. കാരണം ഞാൻ, നിധി, മമ്മി, കാർത്തു ഇവർ നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു സംഭവമാണിത്. എല്ലാവരെയും നോക്കുന്നത് ഇപ്പോഴും സ്റ്റിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും നിധിക്കും മമ്മിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ഇഷ്ടപ്പെട്ട് ഒരുപാട് കിളികൾ നമ്മളെ തന്നിട്ടുണ്ട്, നമ്മളെ വിശ്വസിച്ച് തന്നിട്ടുണ്ട് ഒരുപാട്. അതും നമ്മൾ അത്രയ്ക്ക് കെയർ ചെയ്ത് എല്ലാവരെയും നോക്കുന്നുണ്ട്. നമ്മളെ കോക്ക് വന്നാലും, നമ്മൾ ആഫ്രിക്കൻ വന്നാലും, നമ്മൾ ഫിഞ്ചസ് വന്നാലും എല്ലാവരും നമ്മൾ സെപ്പറേറ്റ് അല്ല, എല്ലാവരെയും നമ്മൾ ഒരേപോലെയാണ് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് എനിക്ക് ഷെയർ ചെയ്തേ പറ്റുള്ളൂ. കാരണം അത് ഷെയർ ചെയ്യണം. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ ഇന്നൊരു സംഭവം നടന്നു. ഈ സ്ഥലത്ത് ഞാൻ വന്ന് കയറി, ഞാൻ മുരിങ്ങയിലയും കൊണ്ടുവന്ന് ഇവിടെ നിന്നപ്പോഴാണ് ഇന്നത് സംഭവിച്ചത്. നമ്മളെ 2 കിളികൾ കിടക്കുന്നു. അതെന്താ സംഭവിച്ചത് നിങ്ങൾ കണ്ടിട്ട് വാ. നമ്മുടെ കിളിക്കൂട്ടിൽ പാമ്പ് കയറി നോക്കിക്കേ, ഇരിക്കുന്നു. കൂട്ടിൻ്റെ അകത്ത് നോക്ക്. നമ്മൾ കിളി ഒരെണ്ണത്തിന് തിന്നു, ഒരാളെ തിന്നു കേട്ടോ. ഒന്നല്ല 2 പേരെ തിന്നു. അതിൻ്റെ അകത്തോടെ 2 എണ്ണത്തിന് തിന്നു. അത് വെളിയിറങ്ങാൻ പറ്റൂല, അത് തിന്നിട്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും കയറി ഇരിക്കും ചേട്ടാ. അതിന്റെ തിരിച്ചു തുപ്പിയാ? ഇല്ല അതോ വയറ്റിൽ കിടക്കുന്നു. കിടക്കണോ എന്തൊരു തുപ്പിയല്ലേ? 2 തുപ്പിയോ? ഓ നിധി കമ്പത്തിലാടി തുറന്നു വിട്ടാ ഇനിയും വന്ന് പിടിച്ചോണ്ട് പോകും. ഇപ്പൊ തുറന്നാലേ ഈ കല്ലിന്റെ ഇടക്ക് കയറി ഇരിക്കും. നമ്മൾ കാലിടുമ്പോ നമ്മൾ അതിൽ തന്നെ പറ്റും. അത് ഞാൻ വിട്ടോളാം. തുറന്നാ മറ്റേന്റെ കൂടെ അതും ഇറങ്ങിപ്പോവും.
ചേട്ടാ അതോടെ ചാടി. ഇല്ല ചത്തില്ല. തലയിൽ അടിയുണ്ടല്ലോ ഇനിയും ചെയ്യും. അങ്ങോട്ട് തല്ലേ. ആ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ എങ്ങനെ അത് കയറിയും സത്യം പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മളെ ഫിഞ്ചിൻ്റെ കിളികളെ എണ്ണ ഇവിടെ കുറഞ്ഞപ്പോഴേ തോന്നി എന്തോ കയറുന്നുണ്ടെന്ന്. മഞ്ഞച്ചേരയാണ് കയറുന്നത്. ഇത് നമുക്ക് ഇതിനുള്ള എന്തെങ്കിലും ഒരു പോം വഴി കണ്ടെത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. എൻ്റെ കൊച്ചുങ്ങളെല്ലാം ഇല്ലാണ്ടാവും. ഇതിൻ്റെ അകത്തുള്ള കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് നമുക്കിവിടെ നടന്നത്. പക്ഷേ ഇത് നമുക്ക് ഇനിയും നമുക്കത് വെച്ച് കഴിക്കുന്നത്. കാരണം നമുക്ക് ഒരുപാട് വട്ടം നമ്മളിവിടെ പാമ്പ് കയറിയിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ ഈ പാമ്പുകളെല്ലാം എടുത്ത് വെളിയിൽ കളയാനാണ് പറയുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം മമ്മി സമ്മതിക്കത്തില്ല. മമ്മിക്ക് ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. പക്ഷേ ഇത് ഡെഡായപ്പോൾ പോലും ഞാനും മമ്മിയുടെ നല്ല രീതിയിൽ വഴക്കായിരുന്നു. കാരണം എനിക്ക് കൊല്ലണമെന്നാണ്. കാരണം പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നതിലല്ല, ഒരു ജീവനാണ്. നമ്മളാണ് ഇത്രയും അവർക്ക് ഫുഡ് കൊടുക്കുന്നത്, അവർക്ക് മെഡിസിൻ കൊടുക്കുന്നത്, അവർ കെയർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വരുമ്പോഴാണത് ഇത് കണ്ടില്ലേ, നമ്മൾ വരുമ്പോഴാണ് ഇവരെല്ലാവരും ഓടി ഓടി വരുന്നത്. അപ്പോൾ നമ്മളടുത്ത് മിണ്ടാപ്രാണികളാണ്, നമ്മളാണ് ഫുൾ നോക്കേണ്ടത്. അങ്ങനെ അതെ ഒരാൾ നോക്കിക്കേ, നമ്മളെ കൂടെ തന്നെയാണ്. നമ്മൾ ഇവരെയൊക്കെ വിശ്വസിച്ചിൻ്റെ തന്നെ വിടുന്നത്. ഓ അയ്യോ അയ്യോ അയ്യോ. അതുപോലെ തന്നെ നമ്മളെ കോക്കു, നമ്മൾ ആഫ്രിക്കൻ, ഇവർക്കൊന്നും ഇതുവരെ ഒരു സംഭവം പറ്റിയിട്ടില്ല. നമ്മളെ ഫിഞ്ചസിന് മാത്രമേ ഇങ്ങനെ പറ്റിയിട്ടുള്ളൂ. അവർക്ക് വലിയ സൈസൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് അതിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ വന്ന അത് കഴിച്ച് വിഴുങ്ങി അതിൻ്റെ ടെയിലിൻ്റെ അറ്റം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് ഇറങ്ങിപ്പോകാൻ പറ്റും. ഈ നെറ്റ് കണ്ടില്ലേ, ഈ നെറ്റിൽ എവിടെയാണ് സ്ഥലം ഈ പാമ്പുകൾക്ക് കയറാൻ വേണ്ടി? ഈ നെറ്റിൻ്റെയും കാട്ടി വലിപ്പമുണ്ട് ഇതിൻ്റെ ഗ്യാപ്പ്. പക്ഷേ എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കയറി. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇറങ്ങിപ്പോകാൻ വേണ്ടി ഒരുപാട് പാടുപെട്ടു. അവസാനം അത് ഫുൾ അവിടെ കക്കി. ആ കക്കിയതാണ് ഇപ്പോൾ അവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തുമാത്രം സങ്കടമായി കാണുമെന്ന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മളിത് ഇവിടെ എല്ലാം നെറ്റ്, ഇവിടെ എല്ലാം നമ്മൾ നെറ്റ് വെച്ച് വലിച്ച് കെട്ടിയേക്ക്. ഈ ഗ്യാപ്പിൽ കൂടെ ഒന്നും വരത്തില്ല. ഞാൻ പറഞ്ഞ പോലെ നെറ്റ് ഇട്ടു, കുരുക്ക് വലയിട്ടു. ഇനി ഇവിടെ ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. എൻ്റെ മാക്സിമം ഞാൻ ചെയ്തു, എൻ്റെ ഐഡിയൽ മാക്സിമം ഞാൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങൾക്കൊരു സജഷൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അത്രയ്ക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം നമ്മളെ കിളികൾക്ക് ഒന്നും പറ്റാൻ പാടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മീൻസ് നിങ്ങളുടെ മൈൻഡിൽ എന്ത് വന്നാലും നമുക്കത് ഷെയർ ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും അത് സെറ്റാക്കുന്നതാണ്. ഇനിയിപ്പം ആ ഫിഞ്ചസിനെ ഈ വലിയ കൂടിലോട്ട് മാറ്റിയിട്ട് ഭയങ്കര ബഹളം അവരൊക്കെ ഭയങ്കര ബഹളം. നമ്മൾ പുതിയതായിട്ട് വിട്ട ആൾക്കാരൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മളെ കൊക്കു ഇരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഫിഞ്ചസിനെ എടുത്ത് മാറ്റും, ഇതിലോട്ടെടുത്ത് മാറ്റും. കാരണം അവർ വലിയ കൂട്ടി കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഈ കൂടാണ് അവർക്ക് വേണ്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ കൂട്ടി കിടന്നവരെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യണമായിരുന്നോ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷേ ഇത് ചെയ്യണം. കാരണം നിങ്ങളും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും ഞാനിവിടെ ഡെവലപ്പ് ചെയ്തത്. പലതും ഇപ്പോൾ ചെടികൾ വെച്ചതായാലും കുളത്തിൻ്റെ മേലിൽ വല വിരിച്ചതാണെങ്കിലും അങ്ങനെ. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങളെല്ലാവരും കൂടി ശ്രമിച്ചിട്ടാണ് നമ്മൾ ഈ കൂട് ഇത്രയാക്കി എടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഇതിൽ നമുക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അതെല്ലാം അപ്ഡേഷനൊക്കെ വരുത്താം. അപ്പോൾ നമുക്ക് എന്തായാലും ഫിഞ്ചസിനെയൊക്കെ എടുത്ത് കുഴിച്ചിടാം. ഓക്കെ, നമ്മളെ കൂട് ഇതോ അവിടെ നമ്മളത് ഇവിടെയാണ് അതിനെ കുഴിച്ചിടാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഫിഞ്ചസിനെല്ലാം അപ്പോൾ അതേ കിടക്കുന്നവർ. അപ്പോൾ എന്തായാലും അതങ്ങ് മൂടിയിട്ടേക്കാം. നമ്മൾ ഈ കൂട്ടിനകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യണോ വേണ്ടത് നമ്മൾ ഒരുപാട് ചിന്തിച്ചു. അപ്പോൾ നിധിയും കൂടി പറഞ്ഞു തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്യണം. കാരണം ഇതെന്നൊരു നമ്മൾ അവരെ പറ്റിക്കും പോലെ ഇപ്പോൾ അല്ലേ നിധി? ഒരുപാട് യൂട്യൂബേഴ്സ് ഇതൊന്നും പറയത്തൊന്നുമില്ല. അതെ, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അവരുടെ കൂട്ടിൻ്റെ അകത്ത് ഒരുപാട് കിളികളുമുണ്ട്. പക്ഷേ ഇവരൊന്നും അത് ഷെയർ ചെയ്യത്തില്ല. കാരണം ഇവിടെ വരുന്ന പോസിറ്റീവുകൾ മാത്രമേ അവർ ഷെയർ ചെയ്യത്തുള്ളൂ. പക്ഷേ നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഈ കൂട്ടിൽ എന്താണോ നടക്കുന്നത് അത് അപ് ടു ഡേറ്റ് നിങ്ങളുടെ അടുത്ത് പറയണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് ഇപ്പോഴും എപ്പോഴും എല്ലാ വട്ടം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളെ കിളിക്കൂട്ടിൽ നല്ലത് വന്നാൽ നമ്മളെ വീഡിയോസൊക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ലത് സംഭവിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ നല്ലതെന്ന് പറഞ്ഞ് ഇടുന്നുണ്ട്. നമ്മളെ കൂട്ടിൻ്റെ ചീത്ത സംഭവിച്ചാൽ അത് ചീത്തയാണെന്ന് പറഞ്ഞ് നമ്മൾ ഇടുന്നുണ്ട്. ഇത് നല്ലൊരു നെഗറ്റീവ് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. സാധനം ഇതിൻ്റെ അകത്ത് കയറുന്നുണ്ട് നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലേ? കാരണം നമ്മൾ ആഫ്രിക്കൻസിൻ്റെയും ലവ് ബേർഡിൻ്റെയും ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വന്നപ്പോൾ നമുക്കത് മനസ്സിലായി. ഇവിടെ എന്തോ കയറുന്നുണ്ട്, എന്തോ കണ്ട് ഇവർ പേടിക്കുന്നുണ്ടെന്ന് നമുക്കറിയായിരുന്നു. പക്ഷേ ഇത് കയറുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ പല്ലി അല്ലെങ്കിൽ അരണ മീൻസ് അങ്ങനെ അല്ലെങ്കിൽ അണ്ണാൻ ഈ മുകളിലേക്ക് കിടന്ന് ഓടും. ഇതിൻ്റെ നെറ്റിൻ്റെ മുകളിൽ നമ്മൾ വീട്ടിലൊക്കെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തോ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരിക്കലും പാമ്പ് ഇങ്ങനെ കയറും നമ്മൾ പ്രതീക്ഷിച്ച പോലുമില്ല.
അത് വളരെ ഷോക്കായിപ്പോൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് അറിയണമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളെ ഐഡിയാസ് പോലെ, അതായത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇത് കയറാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും നമ്മൾ തളരത്തില്ല. നമ്മൾ ഇനിയും പുതിയ പുതിയ ബേർഡ്സൊക്കെ മേടിക്കും. നിങ്ങൾ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് മതി. നമ്മൾ തീർച്ചയായിട്ടും നല്ല നല്ല കണ്ടൻസൊക്കെ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്കൊരു സങ്കടമുണ്ട്. പക്ഷേ എന്നാലും അടുത്ത സെറ്റിലോട്ട് നമുക്ക് പോയേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ അടുത്ത സെറ്റിലോട്ട് പോകും. നമ്മൾ ഇനിയും കുറേ ബേർഡ്സിനെ വാങ്ങിക്കും. ഇത് കൂട് മൊത്തം ബേർഡ്സിനെയും പെറ്റ്സിനെയും എല്ലാം ഫിഷസിനെയും എല്ലാം കൂടെ നമ്മൾ നിറയ്ക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ. അപ്പോൾ ഇത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും